ഈ കാണുന്നത് അരൂർ പാലമാണ്, അരൂർ കുമ്പളം പാലം. ഞാനിപ്പോൾ വരുന്നത് അരൂർ ഭാഗത്ത് നിന്നാണ് കുമ്പളത്തേക്ക്. അപ്പോൾ ഇവിടെ ഒരു ടോളുണ്ട്, എല്ലാവർക്കും അറിയാം, അരൂർ കുമ്പളം ടോൾ. ഇവർ വർഷങ്ങളായിട്ട് നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാലാവധിയൊക്കെ ഏതാണ്ട് കഴിഞ്ഞതാണ്. വളരെയധികം വർഷങ്ങളായി ഇവർ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടോള് കൊടുക്കാതെ എങ്ങനെ കവർ ചെയ്ത് പോവാം എന്നുള്ളത്. അപ്പോൾ പല രീതിയിലുള്ള പല വഴികളുമുണ്ട്. പക്ഷേ ഏറ്റവും നല്ല വഴിയും നല്ല അതായത് കട്ടറൊന്നും ഇല്ലാതെ ഒരുവിധം വീതിയുള്ള വഴിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് പാലം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം, അരൂരിൽ നിന്ന് വരുമ്പോൾ പാലം ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ലെഫ്റ്റ്, ആ ജംഗ്ഷനിൽ നിന്നും ഫസ്റ്റ് ലെഫ്റ്റ് പോവുക. ആ വഴിയാണ് ഈ കാണുന്നത്. കടകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഒരുവിധം വീതിയുള്ള വഴിയും വലിയ കട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വഴിയാണ്. ഈ വഴി നേരെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് പോയി കഴിയുമ്പോൾ നമുക്കൊരു റെയിൽവേയുടെ അണ്ടർപാസ് കാണാം. മുകളിൽ കൂടി റെയിൽവേ ലൈൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കുറച്ച് പോകുമ്പോൾ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ കാണാം റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. ഇത് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് വിടണം. കാരണം നമ്മളെല്ലാം സഹരിച്ച് ഈ അതായത് നമ്മൾ അവിടെ കൊള്ളക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടോളിലുള്ളവരെ അവർ ഗുണ്ടായുസൊക്കെയാണ്. ഇപ്പോൾ ആരെങ്കിലും ഇതിനെതിരെ സംസാരിച്ചാൽ അവരെ തല്ലിവിടുന്നൊരു സംസ്കാരമാണ് അവിടെയുള്ള തൊഴിലാളികൾ. അതായത് ഹിന്ദിക്കാരും ഈ വടക്കൻ ഏരിയയിൽ നിന്നുള്ള ആളുകളും കൂടുതൽ ഹിന്ദിക്കാർ നമ്മൾ മലയാളികളെ പരിസരവാസികൾ വരെ വെറുതെ വിടാതെ തല്ലി വിടുക എന്ന് പറയുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അത് അപ്പം നിങ്ങൾ പറയും നാട്ടുകാരെ കൊള്ളൂലാണ്ടെന്ന് പറയായിരിക്കും. അതല്ല അവസ്ഥ. പോലീസും എല്ലാവരും ഇവർക്ക് സപ്പോർട്ടാണ്. അപ്പോൾ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ളതായതുകൊണ്ടിട്ട് ആ രീതിയിലുള്ള പ്രതികരണമൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത് നിലനിന്ന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വേറൊരു രീതിയിലുള്ള പ്രതിഷേധമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. കാരണം ടോള് കൊടുക്കാതെ ഞാൻ പോകാറുണ്ട്. ഇതുവരെ ടോള് കൊടുത്തിട്ടില്ല. പക്ഷേ ആ ടോള് കൊടുക്കാതെ മറ്റുള്ളവരെയും കൂടി എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള രീതി. അപ്പോൾ ഇതൊരു സ്കൂളാണ്, കുമ്പളം സ്കൂൾ എന്ന് പറയും. നമ്മളിപ്പോൾ പറഞ്ഞ അമ്പലമൊക്കെ കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞ് കുമ്പളം സ്കൂള് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 2 ഹമ്പൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കൂളിൻ്റെ മതിലിൻ്റെ സൈഡിൽ കൂടി റൈറ്റിലേക്കൊരു വഴിയുണ്ട്. ഈ വഴി നേരെ ചെന്ന് കയറുന്നത് ഹൈവേ സൈഡിലുള്ള സർവീസ് റോഡിലേക്കാണ്. അതായത് ടോള് കഴിഞ്ഞിട്ട് വരുന്ന സർവീസ് റോഡിലേക്ക് നമ്മൾ ചെന്ന് കയറും. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, കണ്ടോ? ഇവിടെ അമ്പലങ്ങൾ ഇഷ്ടംപോലുള്ള സ്ഥലമാണ് ഈ കുമ്പളം പഞ്ചായത്ത്. ഇതൊരു പഞ്ചായത്താണ്. പക്ഷേ ഇത്തിരി മേനെയുള്ള റോഡ്, അതായത് ഈ അടുത്ത് ശരിയാക്കിയതാണ്, ടൈലൊക്കെ ഇട്ട് വളരെയധികം ഭംഗിയാക്കിയ റോഡാണത്. ഈ സ്കൂൾ പടി എന്ന് പറയും ഹൈവേ സൈഡിൽ ഇതിൻ്റെ ബസ് സ്റ്റോപ്പ്. ആ ഭാഗത്തേക്ക് ചെന്ന് കയറുന്ന റോഡാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിലെ വാഹനങ്ങൾ വളരെ കുറവായിട്ടാണ് വരാറ് സാധാരണ ഞാൻ വരുമ്പോഴെല്ലാം. എല്ലാ സമയത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും വലിയ തിരക്കുമില്ല, നന്നായിട്ട് നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് പോകാൻ പറ്റിയ റോഡാണ്. കൺജസ്റ്റഡ് ആയിട്ടുള്ള വഴിയല്ല, അതായത് ഇടുങ്ങിയ വഴിയല്ല, എന്നാൽ ഒരുവിധം നല്ല 2 വണ്ടി സുഖമായിട്ട് പോകാൻ പറ്റിയ രീതിയിലുള്ള വഴിയാണ്. ഉണ്ടോ? വണ്ടി പാർക്ക് ചെയ്തിട്ട് പോലും നമുക്ക് സുഖമായിട്ട് ഇതിലേ പോവാം. അപ്പോൾ ഈ വഴി നമ്മൾ 2-3 വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. അതായത് കുമ്പളം റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായിട്ടുള്ളൊരു ലെവൽ ക്രോസ്. ഇതിലെ ട്രെയിൻ വളരെ കുറവാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും വരുമ്പോൾ ഓപ്പൺ ആയിരിക്കും. ചില സമയങ്ങളിൽ മാത്രമേ ഗേറ്റ് അട കിട്ടാറുള്ളൂ. അപ്പോൾ ഇപ്പോഴും അങ്ങനെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഓപ്പണാണ്, ഗേറ്റ് ഓപ്പണാണ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് ലെവൽ ക്രോസ് കഴിഞ്ഞ് നമ്മൾ ചെന്ന് കയറുന്നത്
നാഷണൽ ഹൈവേയിലേക്കാണ്. നാഷണൽ ഹൈവേയുടെ സർവീസ് റോഡാണ്. അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും വഴി തെറ്റാതെ നല്ല രീതിയിൽ ടോള് വെട്ടിച്ച് അവർക്ക് കാശ് കൊടുക്കാതെ ഗുണ്ടായുസത്തിനെതിരെ ഈ രീതിയിലെങ്കിലും പ്രതിഷേധിക്കാനുള്ളൊരവസരം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ആരും ഈ കൊള്ള ഇതിനോട് അനുകൂലിക്കാതെ എല്ലാവരും ടോൾ ഇതേപോലെ കൊടുക്കാതെ ഇതുപോലുള്ള വഴികളിലൂടെ പോയി പ്രതിഷേധം രേഖപ്പെടുത്തുക. പരമാവധി ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹൈവേ സർവീസ് റോഡാണ് കയറിയത്. സ്കൂൾ പടി എന്ന് പറയും ആ ബസ് സ്റ്റോപ്പ്. ആ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലൂടെയുള്ള സർവീസ് റോഡ് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഹൈവേയിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ ടോളെല്ലാം കഴിഞ്ഞു സമാധാനമായി കണ്ടോ, ഒരു പ്രശ്നമില്ലാതെ നമുക്ക് സുഖമായിട്ട് ടോൾ കൊടുക്കാതെ അവിടെ നിന്നും പോരാം. ഇതിലേക്ക് ഇതുപോലെ ടോൾ കൊടുക്കാതെ പോകാനുള്ള കുറേ വഴികളുണ്ട്. ഇതിവിടെ ഒരു 2-3 വഴികളുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ റമദാൻ റിസോർട്ടിൻ്റെ അതിലേക്കൂടിയുള്ള ഒരു വഴിയുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ ഭയങ്കര കട്ടറാണ്. അതിലൊന്നും ആരും പോകാതിരിക്കുക. എന്തായാലും ചെറിയ വണ്ടിക്കാരുടെയൊക്കെ അടിമുട്ടും. ആ രീതിയിലുള്ള വലിയ വലിയ കട്ടറുകളാണ്. അത് ഇവർ എങ്ങനെയാണ് ശരിയാക്കുക, എത്ര ശരിയാക്കിയാലും ശരിയാവില്ല. അങ്ങനത്തെ റോഡാണ്. പിന്നെ ഉള്ളത് നെട്ടൂർ ഭാഗത്തുകൂടി വരുന്ന, അതായത് നെട്ടൂർ ചന്തപ്പാലത്തിൻ്റെ അതിലുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയും വലിയ സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇടുങ്ങിയ വഴിയാണ്. വേറൊരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. ആ രീതിയിലുള്ള ഇതിപ്പോൾ കുമ്പളം മാടവന പാലമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ മാടവന സിഗ്നലാണ്. ഇതാണ് ആ വഴി. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഷെയർ എന്തായാലും ചെയ്യണം. നമ്മൾ ഈ രീതിയിൽ പ്രതിഷേധിക്കേണ്ടതാണ് എല്ലാവരും. അപ്പോൾ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ട്, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമായ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം.